ഒരു ഷോട്ട് എന്ന് പറയാൻ കൊട്ടാരക്കരയിലെ പെട്ടെന്ന് നടന്ന ഒരു വാർത്തയെക്കുറിച്ച്. അതെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൊട്ടാരക്കരയിലെ ഒരു പ്രമുഖ വ്യാപാര സ്ഥാപനത്തിൽ 34 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. 2 ജീവനക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു പ്രതി വനിതാ ജീവനക്കാരിയാണെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വാർത്തകൾക്കും അതിൻ്റെതായ ടഫുണ്ട്. കാര്യം വെച്ചാൽ ഒരു വാർത്ത നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഒരു കൂട്ടം ആളുകൾ നമ്മൾ മിത്രങ്ങളാവുകയും മറ്റൊരു കൂട്ടം ആളുകൾ നമ്മൾ ശത്രുക്കളാവുകയും ചെയ്യുകയാണ്. നിങ്ങൾ വാർത്ത അറിയിച്ച ആ നിമിഷം കൊട്ടാരക്കര വാർത്തകളോടെ എത്തും. അതെ അതെ അതാണ് ചേച്ചിയുടെ അകത്തോട്ടൊന്ന്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കമോൺ ഇട്ടില്ല. കമോൺ കമോൺ. ഹലോ ബാബു സീതല്ലേ? എന്താ ഇവിടെ? അത് നമ്മുടെ ഷിജുചേട്ടൻ്റെ വണ്ടി കണ്ടില്ലേ, കൊട്ടാരക്കര വാർത്തകൾ. എന്നിട്ട് നമ്മളിന്ന് നമ്മുടെ ഷിജുചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് ഒന്ന് അറിയാൻ വേണ്ടി വന്നത്. സന്തോഷം. ഷിജുചേട്ടൻ അകത്തോണ്ടെന്ന് പറഞ്ഞത് കാണണം. ഞാനും അതേപോലെ ഒരു വാർത്തയെ പറ്റി. അതുകൊണ്ടായിരിക്കും കണ്ണാടി കൂടെ വെച്ചേക്കുന്നത്. കണ്ണാടി എന്ന് വെച്ചേ അങ്ങനെ ഇപ്പം കറക്റ്റായി. ഇപ്പം കൊട്ടാരക്കര വാർത്തകൾ ഷിജുചേട്ടനെ കാണാൻ വേണ്ടി വന്നതെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും നമുക്കൊന്ന് ഒരുമിച്ച്. അപ്പം നമ്മളിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൊട്ടാരക്കര വാർത്തയുടെ പ്രിയങ്കാരനായ നമ്മുടെ ഷിജുചേട്ടൻ്റെ കുറച്ച് നല്ല നിമിഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാം. തീർച്ചയായിട്ടും. കമോൺ. സംഭവം അറിഞ്ഞ് ഒരുപാട് നാട്ടുകാർ ഈ ഭാഗത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഇവിടെ വന്നു, ആംബുലൻസ് വന്നു, പോലീസ് വന്നു. കോടനാട്ടം ടൗണിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ, അക്കരെയൊക്കെ ഉള്ള ചേച്ചിമാർ ഒക്കെ ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. അറിയാവുന്നൊരു സ്ത്രീയാണ്. 48 വയസ്സ് പ്രായമുള്ള സുലഫ എന്ന് പറയുന്ന സ്ത്രീയെ കാണുവാനില്ല. തോട്ടിലേക്ക് കനവായി കൊട്ടാരക്കര വാർത്തകൾ, സത്യത്തിൻ നിറവോടെ കൊട്ടാരക്കര വാർത്തകൾ. ഇനി എൻ്റെ ആത്മാവേ നന്മതൻ കണങ്ങളിൽ തൊട്ടുചേർത്ത് വാർത്ത ചെയ്ത് യാത്ര പോകാം. നേരം മറന്നുപോയി, രാവും മറഞ്ഞു പോയി, വാർത്തകൾ ചെയ്തേ യാത്ര തുടരാം. നമ്മുടെ കൊട്ടാരക്കരയുടെ പ്രിയങ്കരനായ മാധ്യമ പ്രവർത്തകൻ നമ്മുടെ സ്വന്തം ഷിജുചേട്ടൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഷിജുചേട്ടോ നമസ്കാരം. ആ വിളി പോരാല്ലേ? നമസ്കാരം. അതല്ല, നമ്മുടെ പള്ളി വന്നില്ല. എൻ്റെ പള്ളി. ഇതാണ് ഷിജുചേട്ടൻ. അടിപൊളി ഷിജുചേട്ടാ, എൻ്റെ പൊന്നു പള്ളി അല്ലേ? എന്നിട്ട് നമ്മളിന്ന് നമ്മുടെ ഷിജുചേട്ടൻ്റെ മനോഹരമായ വിശേഷങ്ങൾ, കുറച്ച് മാധ്യമ ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. കൊട്ടാരക്കര തന്നെ ജനിച്ചതൊക്കെ നമ്മുടെ കൊട്ടാരക്കര? പിന്നെ കൊട്ടാരക്കര തന്നെയാണ്. കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര. അതാണ് ഷിജു പടിഞ്ഞാറ്റിങ്കര അല്ലേ? അതെ, ഷിജു പടിഞ്ഞാറ്റിങ്കര. അങ്ങനെ ഷിജുചേട്ടൻ ആയിരക്കണക്കിന് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഷിജുചേട്ടാ, ഇതിൽ ഏറ്റവും എക്സ്പീരിയൻസ് നിറഞ്ഞ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനിൽ പോലും വാർത്തകൾ കേട്ടില്ലയോ? അതിൽ ഏറ്റവും പിന്നെ ടഫായിട്ടുള്ള ഏറ്റവും ഒരു വാർത്ത ഏതാണ്? എല്ലാ വാർത്തകൾക്കും അതിൻ്റെതായ ടഫുണ്ട്. കാര്യം വെച്ചാൽ ഒരു വാർത്ത നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഒരു കൂട്ടം ആളുകൾ നമ്മൾ മിത്രങ്ങളാവുകയും മറ്റൊരു കൂട്ടം ആളുകൾ നമ്മൾ ശത്രുക്കളാവുകയും ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ആക്സിഡൻറ്റിൻ്റെ വാർത്ത നമ്മൾ ചെയ്യുന്നു. ആക്സിഡൻറ്റിൽ പെട്ട ആൾ അവരെ വാർത്ത ചെയ്യുമ്പോൾ അവർക്ക് അവർ നമ്മളെ വലിയ സ്നേഹമാണ് അവർ. കാര്യം അവർ അപകടം കാണിച്ചു, അവർ നാളെ കോടതിയിൽ അല്ലെങ്കിൽ ഒരു തെളിവായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ ഇഷ്ടക്കാരായി മാറുമ്പോഴത്തേക്ക് ഈ കാർ കൊണ്ട് ഇടിച്ചവൻ അവൻ നമ്മളെ ശത്രുവായിട്ട് മാറുകയാണ്. ഇവൻ വന്ന് എൻ്റെ വണ്ടിയുടെ എല്ലാം എടുത്തുകൊണ്ട് പോയി, ഈ വണ്ടി നാളെ വിൽക്കാൻ പറ്റില്ല, നാളെ കോടതിയിൽ ഈ ഒരു ദൃശ്യങ്ങളൊക്കെ ഒരു തെളിവായിട്ട് ഇവനെതിരായിട്ട് വരും. അപ്പോൾ അവനും അവൻ്റെ കൂട്ടുകാരും അവൻ്റെ ബന്ധുക്കളും എല്ലാം നമ്മളെ ശത്രുക്കളായിട്ട് മാറും. ഇത്തരത്തിൽ വാർത്തകളിൽ ശത്രുക്കളായി മാറുന്ന ആളുകളാണ് നമുക്ക് നെഗറ്റീവ് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. പിന്നെ ഏറ്റവും കൂടുതൽ റിസ്ക്കുള്ള വാർത്ത ഏതാണ് ചെയ്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വാർത്തയുണ്ട്. തടിക്കാട് ഒരു കുട്ടിയെ കാണാതായ ഒരു സംഭവം, ഒരു കുഞ്ഞു കുട്ടിയെ കാണാതായ ഒരു സംഭവം. അപ്പം അത് രാത്രി തന്നെ ആളുകൾ എന്നെ വിളിച്ചു പറയുന്നു. ഞാൻ രാത്രി തന്നെ അവിടെ പോന്നു. അപ്പം തടിക്കാട് വീട്ടിൻ്റെ പുറകിൽ ഒരു കാടാണ്. ഈ കാടിനകത്ത് വെച്ചിട്ടാണ് കുട്ടിയെ കാണാതെ പോകുന്നത്. അപ്പോൾ മൂർഖം പാമ്പുകളും ഒരുപാട് ഇഴജന്തുക്കളൊക്കെ ഉള്ള വലിയ ഒരു പ്രദേശമാണ് അവിടെ. അപ്പോൾ നമ്മൾ രാത്രി മുതൽ വെളുപ്പാങ്കാലത്ത് 3 മണി വരെ ഒരേ ലൈവിലായിരുന്നു. അതായത് 6-7 മണിക്കൂർ ലൈവായിരുന്നു. അത് ഏകദേശം 10-20 ആൾക്കാർ വ്യൂ ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അന്നേരമൊക്കെ നമ്മൾ പ്രേക്ഷകർ തന്നെ കമൻറ്റ് ചെയ്തുകൊണ്ട്, ചേട്ടാ പാമ്പ് കാണാൻ സൂക്ഷിക്കണം. അവിടെ നാട്ടിലും പറഞ്ഞു, ചേട്ടാ അവിടെ പാമ്പുണ്ട്, ഒരുപാട് പാമ്പുണ്ടാണ്, മുറുക്കനും അതുപോലെ തന്നെ വലിയ വലിയ വിഷപ്പാമ്പുകളുള്ള ഏരിയയാണ്, മൊത്തം കാടാണ്. പക്ഷെ നമ്മളതൊന്നും വകവയ്ക്കാതെ നമ്മൾ ഈ കുട്ടിയെ തേടി ലൈവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അത് നമുക്ക് വളരെ ഒരു റിസ്ക്കുള്ള ഒരു ഇതായിരുന്നു, ഒരു വാർത്തയായിരുന്നു അത്. ഇതാണ് ഒരു മാധ്യമപ്രവർത്തനം ഏത് റിസ്ക് ഏറ്റെടുക്കുന്ന, കാരണം 8 മണിക്കൂർ ലൈവുമായിട്ടൊരു കാടിനകത്ത്. അപ്പോൾ അങ്ങനെ എൻ്റെ മൊബൈലിൻ്റെ റീചാർജ് ചാർജിങ് തീർന്നുപോയി. പിന്നെ ഗൾഫിലൊക്കെയുള്ള പ്രവാസികൾ തന്നെ എൻ്റെ മൊബൈലിലേക്ക് ഡാറ്റ ചാർജ് ചെയ്ത് തരുമായിരുന്നു. ഈ മാധ്യമരംഗത്ത് വന്നതിന് ശേഷം ഒരുപാട് ബന്ധങ്ങളല്ലേ, കാരണം മന്ത്രിമാരുൾപ്പെടെയുള്ളവരോട്ടൊക്കെ ഭയങ്കര ബന്ധങ്ങളല്ലേ. സിയാൻ മോൻ്റെ ബർത്ത്ഡേക്ക് ഗണേഷ് കുമാർ സാറല്ലായിരുന്നു കേക്ക് മുറിച്ചത്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ ഈ മാധ്യമരംഗത്തേക്ക് വന്നപ്പോൾ, അതുകൂടെ ഒന്ന് പറയാമോ? മന്ത്രി ഗണേഷ് കുമാർ സാറായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ്. ഒരുപാട് ആക്ഷേപങ്ങളും പ്രതിസന്ധികളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ നൈപുണ്യം എന്ന് പറയുന്നത് ആ പത്തനാപുരം മണ്ഡലം നിയോജക മണ്ഡലം പോയി നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. അങ്ങനെ നല്ലൊരു സൗഹൃദ ബന്ധത്തിലേക്ക് പോവുകയായിരുന്നു. നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വിളിച്ചാലും അദ്ദേഹം എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ വരും. നമ്മുടെ ഷീചേട്ടൻ്റെ ഓഫീസിൽ നിൽക്കുകയാണ്. വളരെ മനോഹരമായതാണ്ട് കൊട്ടാരക്കര വാർത്തകൾ എല്ലാ സമയവും മൊമെൻറ്റം നെറ്റിപ്പട്ടൊക്കെ ചാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ സമയവും വലിയ മൊമെൻറ്റങ്ങളെല്ലാം ഉണ്ട്. ഷീചേട്ടാ നമസ്കാരം. അതിമനോഹരമാണ് ഓഫീസ്. ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഉള്ള റിസപ്ഷൻ ഏരിയ. ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നമുക്കിവിടെ വാർത്തകൾ പിന്നെ അറിയിക്കണമെങ്കിൽ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ വിവരങ്ങളുണ്ടെങ്കിൽ ഓഫീസിൽ പറയാം അല്ലേ? തീർച്ചയായും പറയാം. ഇതിനെ കറക്റ്റ് ഈ സ്ഥലം കൂടെ ഒന്ന് പറയാം. ഇത് നമ്മൾ കറക്റ്റ് നമ്മൾ കൊട്ടാരക്കര MC റോഡിൽ പുലമൺ ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം റോഡിലേക്ക് പോകുമ്പോൾ മർത്തമ ജൂബിലി മന്ദിരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് അലൻസ് ഉള്ളി നമ്മുടെ കടയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് റോഡ് ജസ്റ്റ് ഇങ്ങോട്ട് കയറിയാൽ മതി. സത്യസന്ധമായ എന്ത് വാർത്തയായാലും ഷീചേട്ടൻ്റെ മാധ്യമത്തിൽ ഷീചേട്ടൻ ചെയ്യും. കറക്റ്റായിട്ട് ഇവിടെ വന്ന് ഷീചേട്ടൻ്റെ അല്ലേ ഓഫീസിൽ വന്ന് കണ്ട് അറിയിക്കുക. അതാണ് നിങ്ങൾ വാർത്ത അറിയിച്ച ആ നിമിഷം കൊട്ടാരക്കര വാർത്തകളോടെ എത്തും. അതെ അതാണ് ഷീചേട്ടൻ അകത്തോട്ടൊന്ന്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കമോൺ ഇട്ടില്ല. ഇത് നമ്മളെ പിന്നെ ഇത് നമ്മൾ സൗണ്ട് പ്രൂഫുള്ള അടിപൊളി സൗണ്ട് പ്രൂഫ് റൂമാണ്. അടിപൊളി. ഇതിനകത്തൊരു ഗ്രീൻ സ്ക്രീൻ നമ്മൾ സ്റ്റുഡിയോ, നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, യഥാർത്ഥത്തിൽ വലിയ പാട്ടുകളൊക്കെ ചെയ്യുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോലെയുള്ള സംഭവങ്ങൾ. അതെ, നമ്മൾ വാർത്തയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഈ സാധനം എടുത്തു. ഇതാണ് നമ്മുടെ വാർത്തകൾ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ സാധനം. അടിപൊളി. ഈ സാധനം കൂടെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഷോട്ട് എന്ന് പറയാൻ കൊട്ടാരക്കര പെട്ടെന്ന് നടന്ന ഒരു വാർത്തയെക്കുറിച്ച്. അതെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൊട്ടാരക്കരയിലെ ഒരു പ്രമുഖ വ്യാപാര സ്ഥാപനത്തിൽ 34 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. 2 ജീവനക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു പ്രതി വനിതാ ജീവനക്കാരിയാണെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അടിപൊളി. ഇതാണ് നമ്മുടെ ഞൊടിയുടയിലാണ് വാർത്തകൾക്ക് നോൺ സ്റ്റോപ്പ് ലാഗൊന്നുമില്ല. പടപടാ സംഭവമാണ്. ഒന്നല്ല ഒരുപാട് കോട്ടുകളുണ്ട്. വളരെ മനോഹരമായ സ്റ്റുഡിയോ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ സെറ്റപ്പുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാബിനൊക്കെ സംഭവം അടിപൊളിയാണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലേ? എല്ലാ സംവിധാനവും ഉണ്ട്. അവിടെ ഉണ്ട്. അവിടെ നമുക്ക് നമ്മളെ പിന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ആണ്. ടോയ്ലറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടാണ്. നമ്മൾ തുറക്കാം, ലൈറ്റുകളൊക്കെ ഇട്ട് തരാം. അടിപൊളി. അവിടെ ഉണ്ടല്ലയോ? അവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ നമ്മളെ പ്രസ് ക്ലബ്ബാണത്. നമ്മൾ തന്നെ അടിപൊളി കേട്ടോ. ഇതിക്കുള്ള എന്തോ വേണം. പ്രസ് ക്ലബ്ബ് ഇരിക്കും. കണ്ണൂർ ലെറ്ററൊക്കെ വാങ്ങി വിടുന്നത് കളയുമ്പോഴാണ്. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് പത്രസമ്മേളനം നടത്താം. നമ്മുടെ ഷീചേട്ടൻ്റെ പ്രസ് ക്ലബ്ബാണ്. ഷീചേട്ടാ, ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ തന്നെ ഷീചേട്ടൻ്റെ ഏറ്റവും വലിയൊരു ആരാധകൻ. ഷീചേട്ടന് കുറെ ആരാധകരുണ്ട്. നമ്മുടെ NK ശ്രീകുമാറായിട്ടായിരുന്നു. പുള്ളിയൊക്കെ അടുത്ത ആരാധകൻ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ആരാധകരുണ്ട് അവിടെ. ഷീചേട്ടൻ കലാകാരൻ കൂടിയാണ്. നമസ്കാരം. ഷീചേട്ടനെ കുറിച്ചൊരു പാട്ട് പാടിക്കും. ശരി, ആയിക്കോട്ടെ. അപ്പോൾ നമ്മളുടെ ജാതി മത ഭേദമന്യേ എല്ലാ സ്പോട്ടിലും ഓടിയെത്തുന്ന വിഷമഘട്ടത്തിലും അതേപോലെ സന്തോഷഘട്ടത്തിലും ഒരു പ്രോഗ്രാമിലും ഇവൻറ്റ് മാനേജ്മെൻറ്റിലും അതേപോലെ ഒരു ഫംഗ്ഷനിലും ഒരു ഡെത്ത് ഒരു സ്പോട്ടിലും എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ മനുഷ്യന് വേണ്ടിയിട്ട് എല്ലാ മതഭേദമന്യേ നമുക്കൊരു ചെറിയൊരു ഗാനം. കുറി വരച്ചാലും കുരിശു വരച്ചാലും
കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. അതിൽ നമ്മളും ഒന്നാണ് അല്ലേ? അതാണ് കൊട്ടാരക്കര വാർത്തകളിലെ ആ ഒരു ശുഭ നിമിഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു നമ്മുടെ സ്വന്തം കൊട്ടാരക്കരയുടെ പ്രിയങ്കരനായ മാധ്യമപ്രവർത്തകൻ ഷിജിച്ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ. ഇപ്പം ഞാൻ വിളിച്ചപ്പം തന്നെ ഞാൻ സുഹൃത്തിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി കുറച്ച് നമ്മുടെ പ്രേക്ഷകരുടെ സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാനിപ്പം അവർ പറഞ്ഞിട്ടാണ് ഷിജിച്ചേട്ടൻ്റെ വിശേഷം, നിങ്ങളുടെ നാട്ടുകാരനല്ലയോ, ഒരുപാട് ആൾക്കാർ അറിയുന്ന മാധ്യമപ്രവർത്തനമല്ലേ, അന്നേരം അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഷിജിച്ചേട്ടൻ്റെ അടുത്തേക്ക് വന്നത്. അന്നേരം മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് പങ്കുവച്ച നമ്മുടെ കൊട്ടാരക്കരയുടെ പ്രിയങ്കരനായ കൊട്ടാരക്കര വാർത്തയുടെ അമരക്കാരൻ ഷിജു പടിഞ്ഞാറ്റിങ്കര. ഓക്കെ ഏട്ടാ, ഓക്കെ, ബൈ.